ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഉദയ്പൂരിലേക്കാണ് കേട്ടോ. ജോധ്പൂർ കഴിഞ്ഞു, മൗണ്ട് അബു കഴിഞ്ഞു, ഇനി നേരെ പോകുന്നത് ഉദയ്പൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവല്ലേ. അപ്പം ഗൈസ്, ഞങ്ങളത് സിറ്റിയിലെത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് കേരള ഹോട്ടലിലേക്കാണ്. അപ്പം ഫുഡ് ഓർഡർ ചെയ്തത് എനിക്കൊരു പൊറാട്ട ആൻഡ് ചിക്കൻ കറി. ബീഫ് ആവുന്നേ ഉള്ളൂ, അപ്പം ഞാൻ ചിക്കൻ കറി ആക്കി. പിന്നെ ഏട്ടനാണെങ്കിൽ ഒരു നെയ്ച്ചോറ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോയത് ലേക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഈ ഉദയ്പൂരിന് 2 നിക്നെയിം ഉണ്ട് കേട്ടോ. ഒന്ന് സിറ്റി ഓഫ് ലേക്കും, സെക്കൻഡ് വൈറ്റ് സിറ്റി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ലേക്കിൻ്റെ പേരാണ് ദൂത്ത് തലൈ. അപ്പം ഈ ദൂത്ത് തലൈൻ്റെ അടുത്ത് തന്നെയാണ് ലേക്ക് പിച്ചോളയും വരുന്നത്. അപ്പോൾ ഈ 2 ലേക്കും അടുത്തടുത്താട്ടോ. ഈ കാണുന്നതാണ് ദൂത്ത് തലൈ. അപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങോട്ട് കുറച്ച് ക്രൗഡ് ഏരിയ ആണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ദൂത്ത് തലൈ ലേക്ക് കേട്ടോ. ചെറിയൊരു ലേക്കാണ്, പിച്ചോള ലേക്കിനേക്കാളും ചെറുതാണ്. ഇതാണ് കേട്ടോ പിച്ചോള ലേക്ക്. ഈ ലേക്കിൻ്റെ സെൻട്രലായിട്ട് ഒരു ടെമ്പിൾ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ജഗത് മന്ദിർ. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി, ഈ ഒരു ലേക്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1362 മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനാണ് ഈ ലേക്ക് നിർമ്മിച്ചത്. പിച്ചോലി എന്ന ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് തടാകത്തിന് ഈ പേര് ലഭിച്ചത് കേട്ടോ. ഇതാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഹിസ്റ്ററി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പോയത് ലാത്തിപ്പോൾ മാർക്കറ്റിലേക്കാണ്. ഇവിടെ പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ റേറ്റ് കുറവാണോ ചോദിച്ചാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ നിൽക്കുന്ന ജയ്സൽമീർ അവിടെ മാർക്കറ്റിലാണെങ്കിലും റേറ്റ് കുറവാണ്, ഇവിടത്തേക്കാളും റേറ്റ് കുറവാണ്. ഇവിടെ എനിക്ക് കുറച്ചുകൂടെ ഹൈ ആയതുപോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല അധികം കേട്ടോ. 2-3 ഫ്രിഡ് മാഗ്നറ്റൊക്കെ വാങ്ങി, പിന്നെ ഏട്ടനോ ഷർട്ട് അങ്ങനെ വാങ്ങി, അങ്ങനെ അത്ര സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് മൺസൂൺ പാലസിലേക്ക്. ഞങ്ങൾ ഇന്ന് ഉദയ്പൂരിലെ മൺസൂൺ പാലസിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പോന്നിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ ജയ്സൽമേറിലേക്ക് പോകും കേട്ടോ. അപ്പം ഇന്ന് മൺസൂൺ പാലസിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെയാണ് എൻട്രി ചെയ്യുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നത്. മസനഗുഡി റോഡില്ലേ, അതേപോലത്തെ റോഡാണ് കേട്ടോ. ഇവിടെ ഞാരോ റോഡാണ് കേട്ടോ. ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ അങ്ങനെ നല്ലോണമൊന്നും സൈഡ് കൊടുക്കാൻ പറ്റും അത്ര ഒരു ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ റോഡിന്. കണ്ടില്ലേ, ഇവിടെ മൺസൂൺ പാലസ് വിസിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, പരമാവധി 4 വീലർ ഒഴിവാക്കിയിട്ട് 2 വീലർ ഇവിടുന്ന് ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടും. അതെടുത്തിട്ട് വരുന്നതായിരിക്കും ബെറ്ററായിട്ട് തോന്നുന്നു കേട്ടോ എനിക്ക്. കാരണം ഈ വഴി കണ്ടിട്ട്
അപ്പോൾ ഗൈസ് ഞങ്ങളിതാ മൺസൂൺ പാലസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രൗഡ് തന്നെയാണ് കേട്ടോ ഇവിടെ, സീസൺ ടൈം ആണല്ലോ. പാലസിൻ്റെ പ്രവേശന കവാടമാണ് കേട്ടോ ഈ കാണുന്ന ഏരിയ. ഇതാണ് മൺസൂൺ പാലസ് അഥവാ സജൻഗഡ് കൊട്ടാരം എന്നും ഇതിനെ വിളിക്കും കേട്ടോ. ഈ സജൻഗഡ് കൊട്ടാരം അല്ലെങ്കിൽ പാലസ് എന്ന് പറയാൻ കാരണം തന്നെ മേവാർ രാജവംശത്തിലെ മഹാറാണ സജൻ സിംഗിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ അതിന് ഈ നെയിം വരാനുള്ള കാരണം. പിന്നെ 1884 ഇത് നിർമ്മിച്ചത്. ഉദയ്പൂർ സിറ്റിയും ലേക്സും പാലസുകളുടെയും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളുടെയും വിശാലമായ കാഴ്ച ഈ മൺസൂൺ പാലസിൽ നിന്ന് നോക്കിയാൽ കാണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ സിറ്റിക്ക് ഉദയ്പൂരിന് വൈറ്റ് സിറ്റി എന്ന് പറയുന്നത്. ഇപ്പം കണ്ടോ ഇവിടെയുള്ള ഈ ഒരു വ്യൂ പോയിന്റ് നോക്കിയാൽ കാണുന്നതൊക്കെ വൈറ്റ് കളറുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഈ സിറ്റിക്ക് വൈറ്റ് സിറ്റി എന്ന പേരും ഇവിടെ വന്നത്. പിന്നെ ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ച് റിട്ടേൺ പോകുന്നു കേട്ടോ. മൺസൂൺ പാലസിൽ ഞങ്ങൾ നേരെ പോകുന്നത് ജയ്സൽമീരേക്കാണ് കേട്ടോ. വേറെ ഒന്നും കാണാൻ നിന്നിട്ടൊന്നുമില്ല. പിന്നെ ഈ പോകുന്ന വഴിക്ക് കണ്ട ഈ ഒരു പാറകളൊക്കെ ഉണ്ടില്ലായിരുന്നോ, അതൊക്കെ ഇവിടെ മാർബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉദയ്പൂരിന് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ബാർമറിലെത്തിട്ടോ. കാരണം ഞങ്ങൾ ജോധ്പൂർക്ക് വൈക്ക് പോയിട്ടില്ല. അവിടെ നല്ല ക്രൗഡ് ഏരിയ ആണ്. നമ്മൾ കോഴിക്കോട് സിറ്റിനെക്കാട്ടിലും വലിയൊരു സിറ്റിയാണ് ജോധ്പൂർ സിറ്റി. അപ്പോൾ നല്ലപോലെ തിരക്കുണ്ട് അവിടെ. അപ്പോൾ തിരക്ക് കുറഞ്ഞ റോഡാണ് ബാർമർ റോഡ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ ആ റോഡിനാണ് ഇപ്പോൾ പോകുന്നത്. ഉദയ്പൂരിൽ ഇനിയും അവിടെ കുറേ വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ടൈം കുറവായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ വിചാരിച്ചു പോവാം. കാരണം ഈ കണ്ട അതേപോലെ തന്നെ ഉള്ള പ്ലേസ്, അതായത് അതേ ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിറ്റി പാലസിലൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചു പോവാം, ടൈമും ഇല്ലല്ലോ, ലീവ് തീരാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ പോവുകയാണേ. കണ്ടില്ലേ ജയ്സൽമീർ എത്താറായപ്പോഴുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ മരുഭൂമി സ്റ്റാർട്ടായി ഗൈസ്. മലകളും പാറകളും കുന്നുകളും എല്ലാം പോയി. ഇപ്പം ദാ ഈ മരുഭൂമി കണ്ടിട്ട് എന്തോ ഒരു ഫീലിങ്സ് മനസ്സിൽ. കാരണം ചൂടാണല്ലോ ഇനി അങ്ങോട്ടുള്ളത്. ഇതുവരെ കുഴപ്പമില്ല, ഇനി നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ജയ്സൽമീർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഈ ജയ്സൽമീർ സിറ്റി ഒരു മലയാളം മൂവിയിലുണ്ട്. ഏതാ അറിയോ? ഒരു ഇന്ത്യൻ പ്രണയകഥയില്ലേ, ഫഹദിൻ്റെയും അമല പോളിൻ്റെയും മൂവിയില്ലേ, അതിൽ ആളുടെ അച്ഛനെ തേടിയിട്ട് വരുന്ന ഒരു പ്ലേസ് കാണിക്കുന്നില്ലേ, അതാണ് ഈ സിറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മീറ്റ് ഷോപ്പിലേക്കാണ്. അവിടുന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ലതാക്കും. പിന്നെ 2 സ്ഥലത്തൂടെ ഇവിടെ പോകാറുണ്ട്. അത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.